കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വലിയൊരു കൃപയുടെ അഭിഷേകം കർത്താവ് നമുക്ക് തരാൻ പോവുകയാണ്. വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സ്നേഹം, ശക്തമായ ഇടപെടൽ ഈ സമയം സംഭവിക്കാൻ വേണ്ടി ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. As we gather in this place today, Holy Spirit, come and have your way. Oh, have your way. As we lay aside our own desires, sweep across our hearts with holy fire. Oh, have your way. This is your house, your home. We welcome you, Lord, we welcome you. This is your house, your home. We welcome you today. As we offer up our hearts and lives, let them be a living sacrifice. Oh, have your way. Be glorified in everything we do. Be glorified in everything we say. Oh, have your way. This is your house, your home. We welcome you, Lord, we welcome you. നമുക്ക് കേൾക്കാൻ പോകുന്ന വലിയ തിരുവചനം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ വചനമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 16-12 മുതലുള്ള വചനങ്ങൾ. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. അവർ ഏകമനസ്സോടെ സോളമൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. മറ്റുള്ളവരാരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പത്രോസിലൂടെ ജനത്തിലേക്ക് ഒഴുകപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ കാലയളവിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം സംഭവിക്കുന്നുണ്ട്. വലിയൊരു സാക്ഷ്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളിൽ നമ്മൾ ധ്യാനിപ്പിച്ച സ്വീഡനിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. കർത്താവിൻ്റെ വലിയൊരു ഇടപെടലാണ്. അവിടെ ഒരു മകള് ലീന എന്ന് പറയുന്ന ഒരു കുടുംബിനി തൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ പങ്കെടുത്തു. കർത്താവിൻ്റെ വലിയ ഇടപെടലുണ്ടായി. ആശീർവദിച്ചിട്ട് പോന്നു. കർത്താവിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചു, പഠിച്ചിട്ട് പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന ആദ്യ ശനിയാഴ്ച ശുശ്രൂഷകളിൽ, അതിങ്ങനെ ഓൺലൈനിലൂടെ ശുശ്രൂഷകളിൽ ഇവരവിടെ ഇരുന്ന് ഇങ്ങനെ പങ്കെടുക്കും. അവർക്ക് ഭാഷയൊന്നും അറിഞ്ഞുകൂടാ. അവരുടെ ഭാഷ സ്വീഡിഷ് ഭാഷയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ പ്രസംഗിക്കാറുമില്ല, ക്ലാസ് കൊടുക്കാറ് ഇല്ല ഈ ആദ്യ ശനിയാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാള ശുശ്രൂഷ നടക്കുമ്പോൾ അതിൽ ചേർന്ന് ഇവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞിനൊരു പ്രധാനപ്പെട്ടൊരു രോഗമുണ്ട്, ജന്മനാ ഉള്ളൊരു പ്രശ്നമാണ്. കുഞ്ഞിന് സംസാരശേഷിയില്ല, ശബ്ദങ്ങളിടും, വേറെ കൂടുതലൊന്നും അറിയത്തില്ല, അതിപ്പോൾ ശബ്ദങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇവരവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക, ഭാഷ എന്തെങ്കിലും ആട്ടെ. അപ്പോൾ അവർ ആദ്യത്തെ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഈ കുഞ്ഞിന് അല്പസ്വല്പം മാറ്റം സംഭവിച്ചിരിക്കുന്നു, കൊച്ചിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാറുണ്ട്, അച്ഛൻ ശുശ്രൂഷ നടത്തുമ്പോൾ ഞങ്ങൾക്ക് തിരിയുന്ന ഒരേ വാക്ക് ഇതിനകത്തുള്ളത് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം എല്ലാം മലയാള ഭാഷ അവർക്കൊന്നും അറിയത്തില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച അവരുടെ ഒരു ഇമെയിൽ എനിക്ക് വരികയാണ്. മിറക്കിളായിട്ട് വലിയൊരു 2-3 പേജ് നിറഞ്ഞുള്ള ഒരു ഇമെയിൽ വരികയാണ്. ആ ഇമെയിലിൽ അവർ കാണിച്ചിരിക്കുകയാണ്, ഈ കൊച്ചിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു, ആ കൊച്ച് പൂർണ്ണമായിട്ട് സംസാരിച്ചു തുടങ്ങി, കർത്താവിൻ്റെ ആത്മാവ് ആ കുഞ്ഞിനെ തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇത്ര ദൂരെ നടന്ന സംഭവം. ഇവിടെ എത്രയോ കിലോമീറ്റർ ദൂരെയായി സ്വീഡനൊക്കെ. ഭാഷ പോലും അറിയത്തില്ലാത്ത ആളുകൾ ഇതിനകത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ അവർ ഒരു പവർ അവരിലേക്ക് വരികയാണ്.
അവർ പറയുന്നുണ്ട്, ഈ പരിശുദ്ധ കുർബാനയും കൊണ്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് എന്തൊരു പവർ ഒഴുകുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. ആ സമയത്താണ് കുഞ്ഞിൽ ഈ ചലനം ഉണ്ടായെന്നാണ് പറയുന്നത്. കൊച്ചിൻ്റെ നാവിന് കെട്ടണി ഈ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നടക്കുന്ന സമയത്താണ് സംഭവിച്ചെന്ന് അവർ പറഞ്ഞു. എനിക്ക് ഒത്തിരി ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. ദൈവമേ, നിനക്കല്ല അറിയാം, നീ എല്ലാ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. അങ്ങ് ആത്മാവിൽ അങ്ങ് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന ആരാധനയുടെ സമയത്തൊക്കെ അങ്ങ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജീവിതത്തെ അങ്ങ് സ്പർശിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരോട് വെച്ചറിയാം, അവർ വളരെ വേദനയോടെ വന്നു, വളരെ വേദന, മനസ്സ് നൊന്താണ് ഇവർ വരുന്നത്. പക്ഷെ അവർക്കറിയാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച കൃപ കിട്ടുമെന്നറിയാം. എങ്ങനെ ഉള്ളിൽ കിട്ടിയൊരു വിശ്വാസം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഫെയ്ത്ത് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റും. വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാനും അനുഭവിക്കാനും സ്വന്തമാക്കാനും പറ്റും. ദൈവം പ്രവർത്തിക്കുന്നത് അറിയാൻ പറ്റും. സഭയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റും. ഓരോ കൂദാശകളുടെ സമയത്തും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിയാൻ പറ്റും. ആ ഒരു അനുഭവം നമുക്ക് കിട്ടട്ടെ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കുക, സ്നേഹിച്ച് പ്രാർത്ഥിക്കുക, കൃപ നിറയ്ക്കണം, എന്നെ സുഖപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ വചനം കേട്ടു, പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിനെ വെറും നിഴലടിക്കുമ്പോൾ രോഗിയുടെ സുഖം പ്രാപിച്ചിരുന്നു. പത്രോസിൻ്റെ വസ്ത്രം സ്പർശിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ അടുത്തുള്ള ആൾ സ്പർശിക്കുമ്പോൾ ആൾക്ക് സൗഖ്യം കിട്ടുകയാണ്. ഇത് വലിയൊരു സംഭവം. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റും. ശാന്തോനിസിൻ്റെ ഒക്കെ ജീവചരിത്രത്തിലുണ്ട്. ഇവർ പോകുമ്പോൾ ഇവിടെ ശരീരത്തിൻ്റെ ഇവർ വസ്ത്രം സ്പർശിക്കപ്പെടുമ്പോൾ രോഗികൾ സുഖം പ്രാപിക്കുന്നു. കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിലേക്ക്, നമ്മൾ തൊടുന്ന വസ്തുക്കളിലേക്ക്, നമ്മൾ ഇരിക്കുന്ന സാഹചര്യങ്ങളിലേക്കെല്ലാം ഈ അഭിഷേകം വ്യാപിക്കുന്നത് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ചലനമുണ്ടാകും. സുഗന്ധം പകരുന്നത് പോലെ പകരുന്നത് കാണാൻ പറ്റും. അതൊരു ശക്തമായ അനുഭവമാണ്. അതാണ് ഈ സുഗന്ധാഭിഷേകമൊക്കെ പരിശുദ്ധ അമ്മയോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ ഒക്കെ ചില ആൾക്ക് സുഗന്ധാഭിഷേകം കിട്ടുന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു അനുഭവമാണ്. കാരണം വെച്ചാൽ അത് അരൂപിയുടെ ചലനങ്ങളാണ്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്നത് കാണാൻ പറ്റും. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം പകരുന്നത് കാണാൻ പറ്റും. ഇത് തോന്നലല്ല, ഇറ്റ്സ് എക്സ്പീരിയൻസ്. സഭയുടെ അനുഭവം, അനേക ദൈവമക്കളുടെ പ്രാർത്ഥന അനുഭവമാണിത്. ഈ ഹീലിംഗ് എല്ലാം സംഭവിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ വലിയ ശക്തി നമ്മിലേക്ക് ഒഴുകപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വചനം പറയുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37, 38, 39 വചനം. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റുന്ന ശബ്ദം ഉയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. ഇതിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികളോട്, ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികളോട് അധരങ്ങളുടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അനുഭവം. അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. അരൂപിയുടെ പ്രവർത്തനം ഉണ്ടാകും. ഈ അരൂപിയുടെ പ്രവർത്തനം ഈ നാളുകളിൽ വേണം, അത്യാവശ്യമായിട്ട് വേണം. ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് അരൂപിയുടെ പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് വ്യാപിക്കുന്നത്, ഒഴുകുന്ന അനുഭവമായിട്ട് മാറട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ നിറഞ്ഞ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് നിങ്ങൾ പുതു സൃഷ്ടികളാക്കി മാറ്റട്ടെ. നമുക്കറിയാം, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. പരിശുദ്ധാത്മാവാകുന്ന വിത്ത് നമ്മുടെ ശരീരത്തിൽ സഭ പാകിയിരിക്കുക. രാവും പകലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ, ദൈവത്തെ വിളിക്കുന്നതിലൂടെ, വചനം ഇരുന്ന് വായിക്കുന്നതിലൂടെ, വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മാവ് നമ്മൾ പൊട്ടി വളരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിത്ത് പൊട്ടി മുളച്ച് അത് വളർന്ന് വൃക്ഷമായിട്ട് മാറുന്ന ഫലം ചൂടുകയാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. കാരണം വിശ്വാസത്തോടെ സംഭവിക്കും. വിശ്വാസത്തോടെ കൂദാശ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയിലും അരൂപിയുടെ ഫലങ്ങളും അരൂപിയുടെ ദാനങ്ങളും അരൂപിയുടെ വരങ്ങളും പുറപ്പെടുവിക്കപ്പെടും. രോഗശാന്തി വരങ്ങൾ, പ്രവചന വരങ്ങൾ, ഭാഷാവരങ്ങൾ, വചനപ്രഘോഷണ വരങ്ങൾ, അധ്യാപന വരങ്ങൾ, അത്ഭുത വരങ്ങൾ ഒക്കെ സംഭവിക്കും. നമ്മളിലൂടെ അനേകം മക്കൾ രക്ഷപ്പെടും. ഈ തിന്മയുടെ ഇന്ന് ലോകത്തെ കാണാം, ഒരുപാട് ജീവിതങ്ങളെ തിന്മയുടെ ശക്തികൾ ഭരിക്കുക. അന്ധകാര ശക്തികൾ അനേകരുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുക. അതിൽ
നിന്ന് മാറുന്നില്ല. ഭയങ്കര പൈശാചിക ബന്ധനങ്ങൾ ഒരുപാട് ജീവിതമുണ്ട്. ഈ തിന്മയുടെ ശക്തി വിട്ടുപോകണമെങ്കിൽ നമ്മൾ അരൂപി നിറയണം. അരൂപി നിറഞ്ഞ് ഒരാൾ ഭവനത്തിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മുഴുവൻ ബന്ധനങ്ങൾ അഴിഞ്ഞോളും, അസ്വസ്ഥ മാറിക്കൊള്ളും, കുടുംബം മുഴുവൻ രക്ഷപ്പെടും. അതല്ലേ ധ്യാനം കൂടിട്ട് പോകുന്നു. ഒരു വീട്ടിൽ നിന്ന് ഒരാളും ധ്യാനം കൂടുന്നു, അവർ പരിശുദ്ധാത്മാവിൽ നിറയുന്നു. അവർ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവരിലൂടെ പരിശുദ്ധാത്മാവ് ആ കുടുംബാംഗങ്ങളെ മുഴുവൻ പ്രവർത്തിച്ച് അടുത്ത ധ്യാനം വരുമ്പോൾ കൂട്ടത്തോടെ ധ്യാനം കൂടുക. എന്നിട്ട് വീട്ടിൽ അവരെ അഭിഷേകം അവർ നിറയുമ്പോൾ അവർ ചുറ്റുപാടുള്ള വീടുകളിലേക്ക് അഭിഷേകം വ്യാപിക്കുക. അതങ്ങനെ പടർന്നു പോവുക. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പകരുക, അനേകരിലേക്ക് പകരുന്ന കാണാൻ പറ്റും. ആദിമ സഭയിൽ ആരംഭിച്ച ഈ വലിയ ബോംബ് സ്ഫോടനം, പരിശുദ്ധാത്മാവാകുന്ന ബോംബ് ഇങ്ങനെ സ്ഫോടനം ഉണ്ടായിട്ട് പ്രപഞ്ചം മുഴുവൻ അങ്ങ് വാരി വിതറിയിരിക്കുക. ഈ അഭിഷേകം നമ്മിലേക്ക് ഇത് നിറഞ്ഞിട്ട് ഒഴുകട്ടെ. അങ്ങനെയാണ് സാത്താൻ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുക. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വചനം വായിക്കുമ്പോൾ, ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. പൗലോസ് പറയുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഒരുവന് തന്നിലുള്ള പാപശക്തികളെ ഖനിക്കാനായിട്ട്, നശിപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുക. ഈ അഭിഷേകത്തിലൂടെ പറ്റുള്ളൂ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സംഭവിച്ചെങ്കിൽ മാത്രമേ ഈ അധമവാസനകളെ, പാപവാസനകളെ നിർവീര്യമാക്കാൻ, നശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. അവിടെ പരിശുദ്ധാത്മാവിൽ നിറയാൻ ദിനം പ്രതി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൽ നിറയാനുള്ള ഒരേ ഒരു വഴി സഭ നമുക്ക് തരുന്നത് കൂദാശ ജീവിതം, കുമ്പസാരത്തിൻ്റെ ജീവിതം, പരിശുദ്ധ കുർബാനയുടെ ജീവിതം, ജപമാലയുടെ ജീവിതം, വിശ്വാസത്തിൻ്റെ ജീവിതം. ഈ വർഷം വിശ്വാസ വർഷമായിട്ട് സഭ ആചരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുമ്പോഴാണ് ആ കൃപ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ അധമവാസനകളെ, പാപശക്തികളെ തോൽപ്പിക്കാൻ പറ്റുക. ചില കാണാൻ പറ്റും, അവർ പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ പുണ്യപ്പെട്ട ജീവിതം നയിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാരണം, പരിശുദ്ധാത്മ നിറഞ്ഞുകൊണ്ട് അവർ ഭയമൊക്കെ വിട്ടുപോയി, ബന്ധനമൊക്കെ വിട്ടുപോയി, ഭയമെല്ലാം വിട്ടുപോയി, അസ്വസ്ഥതെല്ലാം വിട്ടുപോയി. അവർ കൃപ നിറഞ്ഞു. അരൂപിയുടെ പ്രവർത്തനം അത് തിന്മയുടെ ശക്തി തോൽപ്പിച്ച് അവർ മുന്നോട്ട് പോകുക. കാരണം അവരുടെ അരൂപി നിറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ വേണ്ടി തീവ്രമായിട്ട് നമുക്ക് ദാഹിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുക. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 8-9 വചനമുണ്ട്. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ആ ജഡിക പ്രവണത വീണ്ടും പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നാളുകൾ പ്രാർത്ഥിക്കണം, ശരിക്കും പ്രാർത്ഥിക്കണം. നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം. അഭിഷേകത്തിന് നല്ല സമയമാണിത്, ഉണർന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഈ അഭിഷേകം കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ നിർമ്മലമാക്കണം, ഹൃദയത്തെ കഴുകണം, വിശുദ്ധീകരിക്കണം. തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റവും എളിമയോടെ നിന്നിട്ട് പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കുമ്പോൾ ഈ അഭിഷേകം ഒഴുകി വരിക, പരിശുദ്ധാത്മാവിന് ശക്തി വ്യാപിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് രോഗശാന്തികളുണ്ടാകാം, വിടുതലുണ്ടാകാം, നിനക്ക് മാനസാന്തരം ഉണ്ടാകാം, നിനക്ക് അല്പം കൂടെ കർത്താവിലേക്ക് വളരാൻ പറ്റും. കാരണം കൃപയുടെ പ്രവർത്തനം, ആത്മാവിൻ്റെ പ്രവർത്തനം നിനക്ക് പകരുക, പടരുക, നിന്നെ ശക്തിപ്പെടുത്തുക, സകല കെട്ടഴിഞ്ഞു പോവുക. കർത്താവ് ഈ സമയത്ത് അങ്ങ് പ്രവർത്തിക്കണേ. ഈശോയെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ ശക്തി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർ പറയുന്നുണ്ട്, 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അതുവരെ എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കാൻ പറ്റില്ല? അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് പലർക്കും ക്രിസ്തുവിൽ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നില്ല. പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു, തിന്മയുടെ കൂട്ടുകെട്ടുകൾ പെടുന്നു, അശുദ്ധിക്ക് വിട്ടുകൊടുക്കുന്നു. കാരണം ഈ അഭിഷേകം കിട്ടുന്നില്ല. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ശരിക്കും പ്രാർത്ഥിക്കണം. അപ്പസ്തോലന്മാർ 10 ദിനങ്ങൾ അവർ സിഹ്യോൻ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പരിശുദ്ധി അമ്മയോടൊപ്പം ഇരുന്ന് അവർ ദീർഘമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അവരനുദപിച്ചുകൊണ്ടിരുന്നു, തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവരിലേക്ക് കൃപ ഒഴുകപ്പെട്ടു. അപ്പോൾ ഭയങ്കര സാക്ഷികളായിട്ട് മാറി, അവർ ധൈര്യശാലികളായിട്ട് മാറി. പിന്നെ ആരെയും അവർക്ക് പേടിയില്ല, പാപത്തെ പേടിയില്ല, പിശാചിനെ പേടിയില്ല. അവർ പിശാചിനെ ബഹിഷ്കരിക്കുന്നവരായിട്ട് മാറി. അവർക്ക് പിശാചിനെ ഒരു പേടിയില്ല, ഒന്നിനും പേടിയില്ല. ക്രിസ്തു സാക്ഷ്യം വഹിക്കാൻ ഒരു വിഷമമില്ല. അവർക്ക് ധൈര്യമാണ്, ഭയങ്കരമായ ധൈര്യം. അവരെ ഭരിക്കുക, അവരെതിലേ പോകാൻ തയ്യാറാണ്. ലോകത്തിന് അതിർത്തി എവിടെയെല്ലാം പോകാൻ പറ്റുമോ അവിടെയെല്ലാം പോയിട്ട് ഈശോയുടെ സുവിശേഷത്തിന് ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറും. അവസാനം അവരെല്ലാം തന്നെ നമുക്കറിയാം, യോഹന്നാൻ ഒഴിച്ച് മുഴുവൻ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായിട്ട് മാറുകയാണ്. ബലി കൊടുക്കുക, രക്തം കൊടുത്തുകൊണ്ട് സുവിശേഷം സാക്ഷ്യം വഹിക്കുക. സന്തോഷത്തോടെ, നിരാശയോടെ അല്ല.
മനസ്സില്ലാ മനസ്സോടെയല്ല അവർ ബലിയർപ്പണം നടത്തിയത്. അവരെല്ലാം സ്വപ്നമായിരുന്നു. യേശു ക്രിസ്തു കുരിശിൽ രക്തം ചിന്തി മരിച്ചതുപോലെ തങ്ങൾക്ക് മരിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം അവരെ ഭരിച്ചിരുന്നു. അതാണ് ഓരോ അപ്പോസ്തലനും ഭരിച്ചിരുന്നത്. പത്രോസ് ശ്ലീഹ കുരിശിൽ തലകീഴായിട്ട് കടന്ന് ബലിയർപ്പിക്കുന്നത് കാണാൻ പറ്റും. പൗലോസ് ശ്ലീഹ വാളുകൊണ്ട് വെട്ടപ്പെട്ട് മരിക്കുന്ന ഓരോ അപ്പോസ്തലനും രക്തസാക്ഷികളായിട്ട് തരുമ്പോൾ സന്തോഷം ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് തന്നെ അവർ ബലിയർപ്പണം, അവർ ജീവിത ബലി അർപ്പിക്കുന്നതാണ്. എസ്തപ്പാൻ ആദ്യത്തെ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി. ആ വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ആ വ്യക്തി സ്വർഗത്തിലേക്ക് നോക്കുന്നു. ഈശോ പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്ത് ഭൂഷണനായി കാണുകയാണ്. കാരണം അരൂപി നിറഞ്ഞ ജീവിതങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ കാലയളവിൽ ഈ അരൂപി നിറഞ്ഞ മക്കളുണ്ടാകട്ടെ. ഈ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ അനേക ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മ നിറയട്ടെ. അനേകം രക്തസാക്ഷികളുടെ അതേ അഭിഷേകം, യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ പണയം വെച്ച, ജീവിതം കൊടുത്ത അനേകം രക്തസാക്ഷികളുടെ അതേ ചൈതന്യം നിറയട്ടെ. അങ്ങനെ അവരിലൂടെ ദൈവരാജ്യം പകരട്ടെ, സഭ വളരട്ടെ, ക്രൈസ്തവ സഭയുടെ വളർച്ച ഉണ്ടാകട്ടെ. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യം ദൈവജനം അറിയട്ടെ, അനുഭവിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ഹൃദയങ്ങൾക്ക് ഇപ്പം തന്നെ ഈ അഭിഷേകം വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന സമയത്ത് ദൈവം ഇറങ്ങി വരും, ദൈവം നിങ്ങളെ സ്പർശിക്കും, ഈശോ നിങ്ങളെ തൊടും, നിങ്ങളെ ബന്ധനം അഴിക്കും. ഉറച്ചു വിശ്വസിച്ചു ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവ് നിങ്ങൾ പ്രവർത്തിക്കട്ടെ. ഇത് അരൂപിയുടെ പ്രവർത്തനമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ കാലം ഇത്. പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്ന, സഭയെ നവീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അനേകരെ മാനസാന്തരപ്പെടുന്നു, അനേകരെ പശ്ചാത്തപിക്കുന്നു, അനേകരെ ഈശോയിലേക്ക് വരുന്നു, അനേക അനുഭവം കിട്ടുന്നു. ഇത് അരൂപിയുടെ സമയമാണ്. ശരിക്കും പ്രാർത്ഥിക്കണം. വിശ്വാസക്കുറവുള്ള മക്കൾക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അവർക്ക് വിശ്വാസം കിട്ടാൻ വേണ്ടിയാണ്. വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിക്കോ കൂടുതൽ കൃപ കൊടുത്ത്, സഹിക്കാനുള്ള ശക്തി കൊടുത്ത് അവരെ വിശുദ്ധീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. സഹനത്തിൻ്റെ അർത്ഥം ഒരിക്കലും നിരാശ. സത്യസഭയെ സംബന്ധിച്ച് സഹനം ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വിശുദ്ധീകരണ ശുശ്രൂഷയാണ്. ആ വ്യക്തിയിലുള്ള പാപത്തിൻ്റെ മുഴുവൻ മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞ് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കുന്ന ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് ഓരോ സഹനങ്ങൾ എന്നാണ് സഭയും വിശുദ്ധരും നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത്, ഈ ശുശ്രൂഷ സമയത്ത്, ഈ ആരാധന സമയത്ത് കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് വന്നിറയട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയട്ടെ, സാത്താൻ്റെ ശക്തി പരാജയപ്പെടട്ടെ, കൃപയ്ക്ക് കൃപ നിറയട്ടെ. വചനം പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അതാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. യേശു കർത്താവാണെന്ന് ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവിന് സഹായം വേണം. പരിശുദ്ധാത്മാവ് സഹായം കിട്ടുമ്പോൾ നമുക്ക് ഈശോയോട് ഒരു പ്രത്യേക സ്നേഹം തോന്നുക, സുവിശേഷം ജീവിക്കാൻ പ്രത്യേക സ്നേഹം തോന്നുക. അപമാനങ്ങളുടെയും നിന്ദനങ്ങളുടെയും പരിഹാസങ്ങളുടെയും ഒറ്റപ്പെടലും ഒക്കെ നടുവിൽ ഒന്നും പേടിയില്ല, ഭയപ്പെടുന്നില്ല, മുന്നോട്ട് തന്നെ കാലുവെക്കുകയാണ്. മുന്നോട്ട് ഈശോയുടെ എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചോ അവസാന ശ്വാസം വരെ ഭയം കൂടാതെ സാക്ഷ്യം വഹിക്കാനുള്ള ഒരു ശക്തി ഇത് കിട്ടുകയാണ്. അതാണ് പരിശുദ്ധാത്മ ശക്തി. പരിശുദ്ധാത്മ എന്ന് പറയുമ്പോൾ അനേക വിശുദ്ധരുണ്ടാകുന്നു. സഭയ്ക്ക് വിശുദ്ധരുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിയ മക്കൾക്ക്. അതുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ഓരോ ദിവ്യബലിയിലും പ്രഭാത ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു പവറിന്. അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിക്ക് വിശുദ്ധനാകാൻ പറ്റും, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് തീരാൻ പറ്റും, കൃപയുടെ മകനായിട്ട് മകളായിട്ട് മാറാൻ പറ്റും. കർത്താവിൻ്റെ ആത്മാവ് നിറയട്ടെ. ഈ ആരാധന സമയത്ത് കർത്താവ് നിങ്ങളെ സ്പർശിക്കട്ടെ. ആമേൻ. തിരുമുറിവിൽ കണ്ടു നിൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ, പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം ഞാൻ നൽകുന്നു നാഥനായി, പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം ഞാൻ നൽകുന്നു നാഥനായി. സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ സൗഖ്യം കൊടുക്കണമേ. അങ്ങയുടെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന ശക്തി, സൗഖ്യത്തിന്റെ ശക്തി, ജീവദായകമായ ശക്തി, പരിശുദ്ധാത്മ ശക്തി എല്ലാ മക്കളിലേക്കും പകരട്ടെ. സാത്താന്റെ കെട്ടഴിയട്ടെ, എല്ലാ ബന്ധനം അഴിയട്ടെ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Jesus, I love you. Jesus, I love you. Jesus, I love you. Jesus, oh Jesus, 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 I love you. Jesus, കൃപയൊഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. Jesus, I love you. Jesus, പരിശുദ്ധാത്മാവിനെ ഈശോയെ സ്നേഹിക്കട്ടെ എല്ലാവരും. Jesus, I love you. Jesus, അഭിഷേകം. I love you. Jesus, I love you. Jesus.
Jesus, I surrender Jesus, I surrender Jesus, I surrender Jesus. എല്ലാം സമർപ്പിച്ചേ, എല്ലാവരും സമർപ്പിക്കാം. Jesus, I surrender Jesus, അഭിഷേകം. I surrender Jesus, I surrender Jesus, I surrender oh Jesus, I surrender Jesus, I surrender Jesus, I surrender Jesus. സ്തുതിക്കാം, ഒന്നേറെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഉണ്ടാകട്ടെ, കട്ടഴിയട്ടെ, പരിശുദ്ധാത്മാവ് ശക്തി ഒഴുകട്ടെ. ഈ സമയത്ത് അനേകം സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. The name of the Father, Son and the Holy Spirit, I bind and cast out all the evil powers, all the binding spirits. എല്ലാം കെട്ടഴിയട്ടെ. സാത്താന്റെ ശക്തി നിർവീര്യമാകട്ടെ. ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന, ഈ ആരാധന പങ്കെടുക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതം ഉണ്ടാകട്ടെ. കുടുംബത്തിൽ തകർച്ച മാറട്ടെ, പാപത്തിന്റെ കെട്ടഴിയട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, രോഗികൾ സുഖം പ്രാപിക്കട്ടെ, ജോലി മേഖല അത്ഭുതം നടക്കട്ടെ, കുടുംബത്തിൽ അത്ഭുതം ഉണ്ടാകട്ടെ, ആത്മീയ ജീവിതത്തിൽ അഭിഷേകം ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. പത്രോസിലും പൗലോസിലും അതേ അഭിഷേകം നിറയട്ടെ. ആദ്യം സഭയ്ക്ക് കിട്ടി അതേ അഭിഷേകം ലഭിക്കട്ടെ. പുതിയ പെന്തക്കോസ്താനുഭവം ഉണ്ടാകട്ടെ. ദൈവ മഹത്വം ഇറങ്ങട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. Oh glory Jesus, glory, oh glory Jesus, glory, oh glory Jesus, glory, oh gloria, glory, oh glory Jesus, glory, oh glory Jesus, മഹത്വം, മഹത്വം, oh glory Jesus, gloria, glory, oh glory Jesus, glory Jesus, glory, oh glory Jesus, glory. ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്നു. വിടുതലുണ്ടാകട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. സാത്താന്റെ ശക്തി നിർവീര്യമാകട്ടെ, ബന്ധനഴിയട്ടെ യേശുനാമത്തിൽ. പവർ 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 പരിശുദ്ധാത്മാവ് എല്ലാവരും കൊടുക്കട്ടെ. യേശുവേ, നന്ദി നന്ദി നന്ദി. കർത്താവ് ആശീർവദിക്കുന്നു. കർത്താവ് എല്ലാ മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു, വിടുതൽ നൽകുന്നു, ശക്തി ഒഴുകുന്നു. കർത്താവിന്റെ ശക്തി എല്ലാവരും ഒഴുകട്ടെ. സാത്താന്റെ ശക്തി നിർവീര്യമാകുന്നു. സാത്താന്റെ ശക്തി നിർവീര്യമാകട്ടെ. ഈ സമയത്ത് ഈശോയുടെ ശക്തി ഒഴുകട്ടെ. പരിശുദ്ധ കുർബാനയിൽ ഒഴുകുന്ന കർത്താവിന്റെ ജീവൻ എല്ലാ ശരീരങ്ങളിലേക്കും മനസ്സുകളിലേക്ക് ഒഴുകട്ടെ. ആത്മാവിൽ പൂരിതനാകട്ടെ, വചനത്തിൽ ആഴപ്പെടട്ടെ, വചനത്തിന്റെ ശക്തി ഒഴുകട്ടെ. Glory Jesus, glory, oh glory Jesus, glory, oh glory Jesus, gloria, oh gloria, glory, oh glory Jesus, glory, oh glory Jesus, glory, oh glory Jesus, glory.